ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമ്മൾ സൈക്കോളജിയുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ വേണ്ടിയാണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ ശ്രദ്ധിക്കാനാണെങ്കിൽ എസ് എ ടെസ്റ്റിന് സൈക്കോളജിയുടെ ഒരു ആകെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളെപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞു വെക്കേണ്ട വളരെ അത്യാവശ്യം. അപ്പം എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ സൈക്കോളജി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു മേഖലയിലാണെങ്കിലും മനുഷ്യന്റെ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം പോലീസ് പോലെയുള്ള ഒരു അത്രയധികം ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു മേഖലയിൽ പോലും സൈക്കോളജിയെ പറ്റി നമുക്ക് അത്യാവശ്യം ജ്ഞാനം വേണ്ടിവരും. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി മറ്റ് സബ്ജക്റ്റുകളെക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. കുറച്ചുകൂടി ഒരു ജീവിതമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. ഇപ്പൊ നമ്മളിതിൽ പ്രൈമറിലി നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ സിലബസ് ആയിരിക്കും. നമ്മൾ ആദ്യം അതിന്റെ സിലബസ് കാണാം. അപ്പം സിലബസ് ഓഫ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഹെഡിങ് അവർ കൊടുത്തിരിക്കുന്നത് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി. എന്താണ് മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ അടിത്തറ, എന്താണ് അതിന്റെ ബേസിക്. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് എലമെന്റ് ആണ് ദ അപ്രോച്ചസ് ടു ഹ്യൂമൻ ബിഹേവിയർ, അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പോൾ ഒരേ കാര്യത്തിനെ പറ്റി തന്നെ പല സയന്റിസ്റ്റുകൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഓരോ വ്യക്തികൾ, ഓരോ സ്കൂൾസ് ഓഫ് സൈക്കോളജി, ഓരോ വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഉദാഹരണമായിട്ട് സൈക്കോളജിക് സ്കൂൾ, ബിഹേവിയറിസം, ഹ്യൂമനിസം അല്ലെങ്കിൽ ജസ്റ്റാൾട്ട്, ഇങ്ങനെ പല സ്കൂളുകളും എങ്ങനെയാണ് മനുഷ്യ മനഃശാസ്ത്രത്തിനെ അപ്രോച്ച് ചെയ്യുന്നതുമായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ഡിവിഷനിൽ നമ്മൾ പഠിക്കുക. ഇതില് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം സൈക്കോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആരാണ് അതിന്റെ കോൺട്രിബ്യൂട്ട്, ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ ആരാണ് അതിന്റെ കോൺട്രിബ്യൂട്ട്, മാത്രമല്ല ഏത് വർഷങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്, ഏത് സ്ഥലത്താണ്, ഏത് രാജ്യത്താണ് ഡെവലപ്പ് ആയിട്ടുള്ളത്, മാത്രമല്ല അത് ഇവരുടെ മേജർ ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ എന്താണ്, ഇവരുടെ മേജർ തിയറി എന്തൊക്കെയാണ്, ഇവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇന്ന് എന്തൊക്കെയാണ് അവയിൽ നിലനിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ അപ്രോച്ചസ് ടു ഹ്യൂമൻ ബിഹേവിയറിൽ പഠിക്കുക. ഇപ്പൊ സൈക്കോ അനാലിസിസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഡെവലപ്പ് ചെയ്തത്. ബിഹേവിയറിസം ആണെങ്കിൽ ജോൺ ബി വാട്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോ അപ്രോച്ചസിനെ പറ്റിയും എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിനെ പറ്റിയും മനുഷ്യന്റെ സ്വഭാവത്തിനെ പറ്റിയും ഈ അപ്രോച്ചുകളിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഒരു സബ്ഡിവിഷനാണ് കൊഗ്നിറ്റീവ് പ്രോസസ്സസ്, മാനസികമായ പ്രവർത്തനങ്ങൾ. കൊഗ്നീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നടക്കും, നമുക്ക് വെളിയിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കൊഗ്നീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തി ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കസേരയിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഞാൻ കസേര ഇരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തിനാണ് അറ്റൻഷൻ കൊടുക്കുന്നത്, എന്റെ മനസ്സിൽ എന്തൊക്കെ മെമ്മറികളാണ് വരുന്നത്, ഇത് നമുക്ക് വെളിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളെയാണ് കൊഗ്നിറ്റീവ് പ്രോസസ്സസ് എന്നത്. അതില് നമ്മൾ മേജറായിട്ട് നോക്കുന്ന 3 കാര്യങ്ങളെയാണ്. ഒന്ന് അറ്റൻഷൻ, മെമ്മറി ആൻഡ് തിങ്കിങ്. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളെ നമ്മൾ ഓർക്കുന്നു, ശ്രദ്ധ കൊടുക്കുന്നു തന്നെ എന്തൊക്കെ കാര്യങ്ങളെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്, നമ്മുടെ ആന്തരികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ശ്രദ്ധയെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ അറ്റൻഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ അറ്റൻഷൻ ലഭിക്കുന്നത്. അതേപോലെ തന്നെ മെമ്മറിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഓർമ്മ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓർമ്മയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രോസസ്സസ് ആണ് നമ്മുടെ മെമ്മറിക്കുള്ളത്, അതേപോലെ തന്നെ ഏതൊക്കെ തരം മെമ്മറി ഉണ്ട്, ഒരു കുറഞ്ഞ കാലത്തെ മെമ്മറിയാണോ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടോ, മാത്രമല്ല നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറികളുണ്ടോ, ഇതെല്ലാം മെമ്മറിയുടെ ഏരിയയിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് തിങ്കിങ്. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റി പറയുക. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന അടുത്ത ഭാഗമാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു വ്യക്തിയുടെ ഒരാളുടെ ബുദ്ധിശക്തി എന്ത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് തന്നെ ഐക്യുവിന്റെ കോൺസെപ്റ്റ് എന്താണ്, ഇന്റലിജൻസ് കോഷ്യൻസ് എന്ന് പറയുന്ന ഐക്യു ഒരു പർട്ടിക്കുലർ നമ്പറാണ് നമ്മൾ ഐക്യു എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, മാത്രമല്ല അത് ഇമോഷൻസ് എന്താണ്, വികാരം, ഏതൊക്കെ തരം വികാരമാണോ അതോ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളാണോ മുന്നോട്ട് നിൽക്കുന്നത്, ഇതൊക്കെ ഇമോഷൻസ് റിലേറ്റഡ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ എന്നുള്ള കാര്യം. പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദേഷ്യം വരുന്നത്,
അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി അഗ്രസീവ് ആവുന്നത്, ഒരാളെ കയറി വയലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആൻസൈറ്റി ഉണ്ടാവും, ഇതൊക്കെ ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരും. നമ്മളിപ്പോ ഇതൊരു എക്സാക്ട് ഒരു ക്ലിനിക്കൽ രീതിയിൽ നമ്മൾ പഠിക്കണം അത്യാവശ്യമില്ല, പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അത്യാവശ്യം ഒരു കോംപ്രഹെൻസീവ് ആയ അറിവുണ്ടായിരിക്കും, എങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സോഷ്യൽ ഡിമെൻഷൻസ്. ഇത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ. ഇപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതമായിട്ട് മാത്രം ബന്ധപ്പെടുക. എന്നാൽ സോഷ്യൽ ഡിമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സൊസൈറ്റിയിൽ ആ വ്യക്തി ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴേക്കും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു ഫോബിയ, സോഷ്യൽ ഡിമെൻഷൻ പറയുമ്പോൾ ഫോബിയ എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ ഫോബിയെ പറ്റി പറയാനായിട്ട് സാധിക്കും. പൊതു ഇടങ്ങളിൽ നമുക്ക് പോകുമ്പോൾ അത് സോഷ്യൽ ഫോബിയ. അതേപോലെ തന്നെ ഇമിറ്റേഷൻ. ഇപ്പൊ നമുക്ക് ഇമിറ്റേഷൻ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന കൊച്ചുകുട്ടികൾ, അതിലെങ്ങനെയാണ് ഓരോ സ്വഭാവങ്ങൾ അവരുടെ മാതാപിതാക്കളെയും മറ്റു മുതിർന്നവരെയും നോക്കി പഠിക്കും. അതിന് മോഡലിംഗ് ഇമിറ്റേഷനുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് മോഡൽ. എങ്ങനെയാണ് കുട്ടികൾ അല്ലെങ്കിൽ മറ്റൊരാൾ വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ മോഡൽ ചെയ്ത് പഠിക്കും. അതേപോലെ തന്നെ സോഷ്യൽ ഡീവിയൻസ്. നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിനെ നമ്മളിപ്പോൾ സങ്കല്പിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും ഇരിക്കുന്നു, ടീച്ചറുടെ ഡെസ്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെല്ലാം ടീച്ചറിനെ ഫേസ് ചെയ്താണ് കുട്ടി. സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു കുട്ടി ടീച്ചറിനെ ശ്രദ്ധിക്കാതെ തലമുഞ്ച് കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, അല്ലെങ്കിൽ നേരെ തിരിഞ്ഞിരിക്കുകയാണ്, ടീച്ചറിനെ ഫേസ് ചെയ്യാതെ ഓപ്പോസിറ്റ് ദിശയിലോട്ടിരിക്കുകയാണ്. ഇതൊക്കെ സോഷ്യൽ ഡീവിയൻസിന്റെ ഭാഗമായിട്ട്. അതേപോലെ മറ്റൊരു ആസ്പെക്ട് ആണ് കൾച്ചറൽ ഡിപ്രവേഷൻ. ഇതും നമ്മുടെ സോഷ്യൽ ഡിമെൻഷന് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നതായിരിക്കും. പ്രജുഡിസ്, മുൻവിധികൾ. എങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറ്റി ചില മുൻവിധികളുണ്ട്. ഡിസ്ക്രിമിനേഷൻ, നമ്മുടെ പ്രജുഡിസ് കാരണം നമ്മൾ എങ്ങനെ ചില വ്യക്തികളെ തരംതിരിച്ച് പെരുമാറും, അതൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ എഴുതി വരുന്നത്. അതേപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധി, അല്ലെങ്കിൽ ഒരു വയലൻസ് എങ്ങനെയാണ്, ഇതൊക്കെ സോഷ്യൽ ഡിമെൻഷൻ ഓഫ് ബിഹേവിയർ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫണ്ടമെന്റലി ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയിലോട്ട് വരും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ കൂടെ ഇത് കൊടുക്കുക. സോഷ്യൽ ഡിമെൻഷന്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ. ഇത് ഒരു കുട്ടി എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതായിരിക്കും ഡെവലപ്മെന്റൽ ആസ്പെക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചെറുപ്പകാലത്ത് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ മാനസിക വളർച്ച എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവരൊരു ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസിലോട്ട് വരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും അവരുടെ മാനസികാവസ്ഥ. ഇതിൽ തന്നെ നമുക്ക് മറ്റ് പല തിയറികളും മറ്റു പല സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടത്. അതിനൊരു എക്സാമ്പിളാണ് എറിക് എറിക്സന്റെ കോൺട്രിബ്യൂഷൻ. എങ്ങനെയാണ് അദ്ദേഹം ഒരു പർട്ടിക്കുലർ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റി അദ്ദേഹം എങ്ങനെയാണ്. അതേപോലെ തന്നെ ഹോൾബർഗ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മോറൽ ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയിൽ ശരിയും തെറ്റും എന്നുള്ള ഒരു ചിന്താരീതി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഇതൊക്കെ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ ആയിരിക്കും കടന്നത്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യം സൈക്കോളജിയുടെ ഒരു വാസ്റ്റായ ഒരു ഏരിയ തന്നെയാണ് ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ച് പഠിക്കാനുള്ള സമയം, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഏരിയകൾ മാത്രമായിരിക്കും നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതിലിപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പഠിക്കുമ്പോഴത്തേക്കും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യ രൂപത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എന്താണ് സൈക്കോളജി, എങ്ങനെയാണ് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ശാഖ എക്സിസ്റ്റൻസിലോട്ട് വന്നത്, എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ, വാട്ട് ആർ ഇറ്റ്സ് ഗോൾസ് എന്തൊക്കെയാണ്, മാത്രമല്ല ആരാണ് ഇതിന്റെയൊക്കെ ഫൗണ്ടർ, ഓരോ ഫൗണ്ടിങ് ഫാദേഴ്സ് ആരൊക്കെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഓരോ സൈക്കോളജി ഫീൽഡിൽ ഓരോ ഫൗണ്ടേഴ്സ്, അതേപോലെ തന്നെ അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ ആരൊക്കെയാണ്, മാത്രമല്ല എന്താണ് സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നത്, എന്താണ് സൈക്കോളജിയുടെ വിവിധ ബ്രാഞ്ചുകൾ. ഇപ്പൊ നമ്മൾ സൈക്കോളജി ബ്രാഞ്ചുകളെ പറ്റി പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, ഓർഗനൈസേഷൻ സൈക്കോളജി ഉണ്ട്, ഹെൽത്ത് സൈക്കോളജി ഉണ്ട്, പോസിറ്റീവ് സൈക്കോളജി ഉണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ബ്രാഞ്ചുകളെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഈ ബ്രാഞ്ചുകളെ പറ്റി തന്നെ ഒരിടയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഫസ്റ്റ്ലി നമുക്ക് ഒരു ഓറിയന്റേഷൻ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്.
നമ്മളുടെ നമ്മുടെ പെരുമാറ്റ രീതി മാത്രമല്ല നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. ബിഹേവിയർ എന്ന് നമ്മൾ പറയുമ്പോഴത്തേനും നമുക്ക് വെളിയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് നമ്മൾ മറ്റൊരു പേര് പറയുന്നുണ്ട്. നമ്മൾ തേർഡ് പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ഔട്ട്വേർഡ് ഓർ ഓവേർട്ട് ആക്ഷൻസ്. ഓവേർട്ടായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സംസാരം, അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, അയാളുടെ മൂവ്മെന്റ്, അയാൾ എങ്ങനെയാണ് നടക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതെല്ലാം വെളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് നമുക്ക് ബിഹേവിയർ സാധിക്കും. രണ്ടാമത്തേതാണ് മെന്റൽ പ്രോസസ്സസ്. ഇതിനെ നമുക്ക് കോവേർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയാം. കോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ, നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യം, സച്ചസ് തിങ്കിങ്, ഫീലിംഗ്, റിമെമ്പറിംഗ്. നമ്മൾ നേരത്തെ കോഗ്നിറ്റീവ് ആസ്പെക്ട് നമ്മൾ പറഞ്ഞിരുന്നു. കോഗ്നിറ്റീവ് ആസ്പെക്ടുകളെല്ലാം ഈ മെന്റൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം സൈക്കോളജി എന്ന് പറയുമ്പോൾ ബിഹേവിയറിന്റെ മെന്റൽ പ്രോസസ്സിന്റെ ഒരു പഠനമാണ്. ഇതിൽ മേജർ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള രണ്ട് ഫീൽഡുകളാണ്. ഒന്ന് ഫിസിയോളജി, രണ്ട് ഫിലോസഫി. ഫിസിയോളജി എന്ന് പറയുമ്പോൾ പ്യുവർലി ഒരു സയന്റിഫിക് ശാഖയാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട, ആർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ശാഖയാണ് ഫിലോസഫി. ഈ രണ്ട് ശാഖകളുടെയും കോൺട്രിബ്യൂഷൻസ് ധാരാളം ലഭിച്ച ഒരു ഫീൽഡാണ് സൈക്കോളജി. ഇപ്പൊ ഫിലോസഫിക്കലുള്ള പല ആസ്പെക്ടുകളെയും ഫിസിയോളജിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഫീൽഡിന്റെ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. സൈക്കോളജി എന്താണ്, ഏതൊക്കെ ഫീൽഡുകളാണ് ഇതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ബിഹേവിയർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. നമ്മുടെ ഓവേർട്ട് ആൻഡ് കോവേർട്ട് ആക്ഷൻസ്. ഓവേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. കോവേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കാണാൻ പറ്റാത്ത ഹിഡൻ ആയിട്ടുള്ള കാര്യം. പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ദ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി. ഇപ്പൊ നമ്മൾ മെഡിക്കൽ സയൻസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സയൻസ് ഏകദേശം 350 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ട്. മെഡിക്കൽ സയൻസ്, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ. പക്ഷെ സൈക്കോളജിക്ക് ഏകദേശം 150 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ഇതിന്റെ ഒരു ശരിക്കുള്ള ഹിസ്റ്ററി നമ്മൾ പറയുവാണെങ്കിൽ തുടങ്ങുന്നത് ഗ്രീക്ക് ഫിലോസഫേഴ്സ്. ഇപ്പം പല ശാസ്ത്രശാഖകളുടെയും തുടക്കം ഗ്രീക്ക്, ലാറ്റിൻ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമാണ്. അതേപോലെ തന്നെയാണ് സൈക്കോളജിയുടെയും കാര്യം. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഡെസ്കാർട്ടസ് ഇങ്ങനെയുള്ള പല വ്യക്തികളുടെയും സഹായത്തോടു കൂടിയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് സൈക്കോളജി നിലവിൽ വരാനായിട്ട് തുടങ്ങിയത്. അന്ന് നമുക്ക് ഈ ഒരു പേരല്ലെങ്കിൽ പോലും ഈ വ്യക്തികൾ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അത് നമ്മളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അത് കൂടുതൽ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചു. എങ്ങനെ ഇത് സംഭവിക്കും, മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, അത് പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് നമുക്ക് സൈക്കോളജിയിൽ നിന്ന് ഇത്ര ഒരു രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോൾ ഇതിലെ പ്രൈമറിലി നമ്മൾ പറയുമ്പോഴത്തേക്കും സൈക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എന്നുള്ളതാണ് സൈക്കേ. അതേപോലെ ലോഗോസ് എന്ന് പറയുമ്പോൾ ടു സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് സൈക്കോളജി എന്നാകും. ഓക്കെ, സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേനും സൈക്കേ ആൻഡ് ലോഗോസ്, മനസ്സ്, അതിന്റെ പഠനം. മനസ്സ് അല്ലെങ്കിൽ സോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആത്മാവെന്ന് വേണമെങ്കിലും പറയാം. ശരിയായ അർത്ഥം എന്ന് പറയുമ്പോൾ മൈൻഡ് എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കണ്ടക്ഷൻ ഇറങ്ങി വരുമ്പോൾ മൈൻഡ് എന്നാണ് പറയുന്നത്. ഇൻ കേസ് സോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇപ്പൊ സൈക്കോലോഗോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ടേം നമുക്ക് ഡെവലപ്പ് ചെയ്തത്. ഇത് ഏത് ഭാഷയിൽ നിന്നാണ് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് പലപ്പോഴും പല സയന്റിഫിക് ടേംസും ലാറ്റിൻ ഭാഷയിൽ നിന്നും, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ള ഗ്രീക്കിൽ, അത് നമ്മൾ ഒരിക്കലും മറക്കപ്പെട്ട് പാടില്ല. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല അപ്രോച്ചുകളെ പറ്റി നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആരാണ്, അവരെന്തൊക്കെ അപ്രോച്ചുകളാണ് കൊണ്ടുവന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളാണ് സ്ട്രക്ചറലിസം സ്കൂൾ എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം എന്നൊക്കെ മലയാളത്തിൽ പറയും. സ്ട്രക്ചറലിസം സ്കൂള് കൊണ്ടുവന്നിരിക്കുന്നത് വില്യം വൂണ്ട് എന്ന് പറയുന്ന ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ആണ് ആദ്യമായിട്ട് സൈക്കോളജിയുടെ ലാബ് നിർമ്മിച്ചത്. ലോകത്ത് ആദ്യമായിട്ട് സൈക്കോളജി ലാബ് നിർമ്മിച്ചത് വില്യം വൂണ്ട് ആണ്. 1879. ആ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ഒരു ജർമ്മനിക്കാരനായിരുന്നു. അദ്ദേഹം ലൈപ്സിക് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ ലാബ് സ്ഥാപിച്ചത്. ലൈപ്സിക് യൂണിവേഴ്സിറ്റി, ജർമ്മനി, 1879. അങ്ങനെയാണ് വില്യം വൂണ്ടാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ വൂണ്ടിന്റെ സ്കൂളാണ് സ്ട്രക്ചറലിസം.
സ്ട്രക്ചറലിസത്തിന്റെ എയിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ അപ്രോച്ചസ് ഓഫ് സൈക്കോളജിക്കും അതിൻ്റെതായ എയിം, അവരുടേതായ ഗോൾസ് ഉണ്ട്. പഠിക്കാനായിട്ട് ആ ഗോൾസിനെ എത്താനായിട്ട് അവർ ഉപയോഗിക്കുന്ന പലതരം മെത്തേഡുകളും. അപ്പോൾ സ്ട്രക്ചറലിസത്തിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ടു ബ്രേക്ക് ഡൗൺ കോൺഷ്യസ്നസ് ഇൻ ടു ഇറ്റ്സ് ബേസിക് എലമെന്റ്സ്. നമ്മുടെ മനുഷ്യ മനസ്സിനെ ഏറ്റവും ബേസിക് എലമെന്റ്സിലോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ചിന്തകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ചിന്തകൾക്ക് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് സ്ട്രക്ചറലിസത്തിന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറലിസം എന്ന് എപ്പം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക വില്യം വൂണ്ടിനെ ഓർക്കുക, ലൈപ്സിഗ് യൂണിവേഴ്സിറ്റി ഓർക്കുക. അതേപോലെ തന്നെ ഫാദർ ഓഫ് സൈക്കോളജി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വില്യം വൂണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഒരിക്കലും നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഒന്നും ഒരിക്കലും പറയാനായിട്ട് പാടില്ല. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡിനെ ആളുകൾക്ക് ഒരുപാട് പരിചയമുള്ളതാണ് ആ പേര് എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. അദ്ദേഹമല്ല എന്റെ ഫാദർ, വില്യം വൂണ്ടാണ് സൈക്കോളജിയുടെ ഫാദർ എന്നുള്ള കണക്ക്. പിന്നീട് വില്യം വൂണ്ട് ജർമ്മനിയിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയ എഡ്വേർഡ് തിഷ്നർ എന്ന് പറയുന്ന ആള് സൈക്കോളജിയെ USA കൊണ്ടുവരികയും പിന്നീട് സൈക്കോളജിയുടെ ബൃഹത്തായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായത് USA, അമേരിക്കയിലാണ് കൂടുതൽ വളർച്ച ഉണ്ടായത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അമേരിക്കയിലെ മറ്റൊരു സ്കൂൾ ഉണ്ടായി, അതാണ് ഫങ്ഷണലിസം. ദ സെക്കൻഡ് മേജർ സ്കൂൾ ഓഫ് സൈക്കോളജി, ഫങ്ഷണലിസം. ഇത് കൊണ്ടുവന്ന വ്യക്തിയാണ് വില്യം ജെയിംസ്. ഇപ്പൊ നമ്മള് വില്യം വൂണ്ടിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. അതേ വില്യം എന്ന് തന്നെ പേരാണ് അടുത്ത ആൾക്ക് വന്നിരിക്കുന്നത്, വില്യം ജെയിംസ്. പക്ഷെ നമുക്കിപ്പം വില്യം ജെയിംസിന്റെ അതേ സ്പെല്ലിംഗ് അല്ല വില്യം വൂണ്ടിന് വന്നിട്ട്. അദ്ദേഹം ജർമ്മനിക്കാരനായതുകൊണ്ട് അവർക്ക് സ്പെല്ലിംഗ് ചെറിയ വ്യത്യാസം. വില്യം ജെയിംസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിനെ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഫങ്ഷണലിസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് എങ്ങനെയാണ് നമ്മളുടെ മനസ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മളൊരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഫങ്ഷൻ ചെയ്യുന്നത്, റിയൽ ലൈഫിൽ എങ്ങനെയാണ് മനസ്സ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് വില്യം ജെയിംസ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ അതിനെപ്പറ്റി കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. അത് എഴുതപ്പെട്ട വർഷമാണ്, അത് പബ്ലിഷ് ചെയ്ത വർഷം 1890. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി 1890. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയ ഇൻഫർമേഷൻ ആണ്, നമ്മൾ മറന്നു പോകാനായിട്ട് പറയുന്നത്. നമുക്ക് ആദ്യം സ്ട്രക്ചറലിസം കൊണ്ട് വില്യം വൂണ്ട് വന്നു, അതിനുശേഷം വില്യം ജെയിംസ് വന്നു, ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി ആയിട്ട് നമ്മൾ കണക്കാക്കും. തേർഡ് പേഴ്സൺ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതിലും അടുത്ത അപ്രോച്ച് ഓഫ് സൈക്കോളജി കൊണ്ടുവന്ന ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്ന സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് സൈക്കോ അനാലിസിസ്, അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സൈക്കോ അനാലിസിസ് സ്കൂൾ ഓഫ് സൈക്കോളജി. അപ്പൊ അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ അദ്ദേഹമാണ് ഒരുപക്ഷെ ഇന്ന് മനഃശാസ്ത്രത്തിലെ പറ്റി ഇപ്പം പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പേര് സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. അപ്പം അതിന് കാരണം എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ തിയറിയാണ് ഏറ്റവും കോംപ്രഹെൻസീവ് ആയ തിയറി. എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരുമിച്ച് പറയാനായിട്ട് സാധ്യതയുള്ള ആദ്യത്തെ തിയറി അദ്ദേഹമാണ് കൊണ്ടുപോകുന്നത്. മനുഷ്യന്റെ പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റി ഒരുമിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന്റെ തിയറിക്ക് സാധിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില ഐഡിയാസ് ആയിരുന്നു ദ പ്രസൻസ് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾക്ക് പെട്ടെന്ന് ബോധം ചെന്ന് പെടാത്ത ചില മനസ്സിന്റെ ചില ഭാഗങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൺകോൺഷ്യസ് ആയ ചില ഏരിയകളുണ്ട്, സബ് കോൺഷ്യസ് ആയ ചില ഏരിയകളുണ്ട്, കോൺഷ്യസ് ആയ ചില ഏരിയകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും കോൺഷ്യസ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നമുക്ക് കാണുവാനും അല്ലെ സൗണ്ട് കേൾക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് ആയ ചില പ്രവർത്തനങ്ങൾ അവിടെയും മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അൺകോൺഷ്യസ്ലി കൂടുതലുള്ളതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് സാമൂഹികമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില അർജസ് ആണ് അവിടെ ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ ഇപ്പം നമുക്കൊരാളെ ആക്രമിക്കണം താല്പര്യം കാണും, അല്ലെങ്കിൽ ആക്രമണ സ്വഭാവം നമുക്കുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ പക്ഷെ ആക്രമണ സ്വഭാവം വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. അതുകൊണ്ട് നമ്മൾ അതിനെ അടക്കിപ്പിടുന്നു. ആ ഒരു റിപ്രഷനെ ആണ് ഈ ഒരു അൺകോൺഷ്യസ് നടക്കുന്നതെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റിപ്രസ് ചെയ്യപ്പെട്ട പല ആഗ്രഹങ്ങളും പല മെക്കാനിസങ്ങളും നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നെർവസ് ഡിസോർഡേഴ്സ് ആയിട്ട് പുറത്തോട്ട് വരും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. സൈക്കോളജിയിൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ എങ്കിലും അന്നത്തെ കാലത്തെ ഒരു ചിന്താരീതിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റു ചില കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ ചിന്തകളിൽ തന്നെയുള്ള നമ്മുടെ മനസ്സിൽ തന്നെയുള്ള മറ്റു പല ഏരിയാസ്. ഫോർ എക്സാമ്പിൾ ഇഡ്, ഈഗോ, സൂപ്പർ ഇങ്ങനെയുള്ള ചില ഏരിയാസ്, ചില ഡിഫൻസ് മെക്കാനിസംസ്. ഇതൊക്കെ നമ്മൾ
സൈക്കോ അനാലിസിസിനെ പറ്റി കൂടുതൽ പഠിക്കുന്നതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ തേർഡ് മേജർ കോൺട്രിബ്യൂട്ടർ ടു സൈക്കോളജി എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. എന്താ ഫോർത്ത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഇപ്പൊ നമ്മൾ പറയുമ്പോഴത്തേനും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അപ്രോച്ച് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് എബ്രഹാം മാസ്ലോ. ഓക്കെ, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേനും കുറച്ചുകൂടെ മാനവികമായിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ചുകൂടെ എടുത്തു പറയേണ്ട ഒരു ശാഖയാണ്. അപ്പൊ അദ്ദേഹമാണ് ഇതിനെ കൊണ്ടുവന്നത്. എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇതിന്റെ ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് നമ്മൾ കണക്കാക്കുന്ന മാസ്ലോയെ. അപ്പൊ എവിടെയെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പേര് കാണുവാണെങ്കിൽ അത് ഓർത്തിരിക്കുക. അപ്പം അദ്ദേഹം സൈക്കോ അനാലിസിസിനെയും ഫ്രോയിഡിന്റെ തിയറിയൊക്കെ വളരെയധികം ഒബ്ജക്റ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം അതിനൊക്കെ എതിരായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ മനുഷ്യന്റെ നല്ല ഗുണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ്, സംതൃപ്തി, സമാധാനം, ഹാപ്പിനെസ്, കണ്ടന്റ്മെന്റ്, പീസ് ഓഫ് മൈൻഡ്, ഇങ്ങനെ പല കാര്യങ്ങളെയും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അവയെ ഒന്നും പരിഗണിക്കുന്നില്ല. ആ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഹ്യൂമനിസം സൈക്കോളജി ആകാൻ സ്റ്റാർട്ട് ചെയ്തത്. മനുഷ്യന്റെ നന്മകളെയാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അതിൽ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറിയാണ് ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഹൈറാർക്കി ഓഫ് നീഡ്സ് നമുക്ക് ഇങ്ങനെ ഒരു പിരമിഡ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മനുഷ്യന് ഫണ്ടമെന്റലായി വേണ്ട കാര്യങ്ങൾ എന്ന് പറയും ഫിസിയോളജിക്കൽ നീഡ്സ്. ഇതിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ തുടക്കമെന്നാണ് മാസ്ലോ പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേനും ഭക്ഷണം, ആഹാരം, സെക്സ്, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് അതിനുശേഷം ഫിസിയോളജിക്കൽ നീഡ്സിന് ശേഷം വരുന്ന കാര്യമാണ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഓർഡർ, ശരിയായ ഒരു ഘടന അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം, അവയാണ് നമ്മളുടെ സേഫ്റ്റി നീഡ്സിൽ കടന്നു വരിക. അതിനുശേഷം വരുന്ന ഒരു ഹയർ നീഡാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ഒരു വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുക. സുഹൃത്താവാം, നമ്മുടെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ആവാം, എന്താണെങ്കിലും അവരുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമ്പോൾ മാത്രമല്ല ഒരു ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ബിലോങ് ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ബിലോങ് ചെയ്യുന്നു എന്നുള്ളൊരു നീഡാണ് ബിലോങ്ങിങ്നെസ് നീഡ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് എസ്റ്റീം നീഡ്സ് വരുന്നത്. എസ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒരു ബഹുമാനം ലഭിക്കും. അല്ലെങ്കിൽ ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ ഒരാളൊക്കെ പറയാൻ താൻ കൊള്ളാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുക്കാനാണ് നമുക്ക് പറയാം, നമുക്കൊരു എസ്റ്റീം. അതേപോലെ തന്നെ സ്വയം നമുക്കൊരു എസ്റ്റീം, ഒരു സെൽഫ് എസ്റ്റീം. എനിക്ക് എന്നെ പറ്റി തന്നെ നല്ലൊരു ചിന്ത വരും, ഞാനൊരു അത്യാവശ്യം നല്ലതാണെന്ന് നമുക്ക് വിചാരിക്കുക. അതൊക്കെ എസ്റ്റീം നീഡ്സ് വരുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ശ്രീബുദ്ധനെ പറ്റിയോ അങ്ങനെയുള്ള മഹാന്മാരെ ആയിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോൾ തനിക്കുപരിയായി, ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഉപരിയായി എനിക്ക് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ഉപരി വളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നീഡ്സിനെയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേനും ഭാവി നമ്മൾ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴത്തേനും ഈ ഓരോ നീഡ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ നീഡ്സ് 5 നീഡ്സിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മൾ അപ്രോച്ചസ് ഓഫ് സൈക്കോളജി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷമാണ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അപ്പൊ അപ്രോച്ചസ് ഓഫ് സൈക്കോളജി ആണ് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. എന്താണ് നമ്മുടെ കോഗ്നിഷൻ? കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ചിന്തകളാണ്. ഈ ചിന്തകളിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അറിവുകളെ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ നമ്മുടെ കോഗ്നിഷന്റെ ഭാഗമാണ്. അതിൽ തന്നെ പ്രൈമറി ആയിട്ട് 3 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്: കോൺസെപ്റ്റ്, പ്രൊപ്പോസിഷൻ ആൻഡ് ഇമേജസ്. നമുക്ക് അതിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കാം. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ കാറ്റഗറൈസ്, ഒരു ഐഡിയ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചിന്താരീതി, ഒരു കാര്യത്തിനെ പറ്റിയുള്ള ഒരു ലഘു വിവരണം എന്ന് പറയുന്നത് ഒരു സമ്മറി. അതേസമയം ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിനെ പറ്റിയുള്ള ചില മെന്റൽ പിക്ചേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ എന്റെ ലാപ്ടോപ്പ് എനിക്ക് എന്റെ അകക്കണ്ണിൽ കാണാൻ സാധിക്കും, അത് ഇമേജ് ആണ്. അപ്പൊ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയ ഒരു സമ്മറി. ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്: മാമൽസ് ആർ വാം ബ്ലഡഡ് ആനിമൽസ് ദാറ്റ് ഗീവ് ലൈഫ് ബർത്ത് ആൻഡ് ഡോഗ് ഇസ് എ മാൻ. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ആണ്. മാമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്: ഇവ ഉഷ്ണരക്തമുള്ള ജീവികൾ.
വാം ബ്ലഡ് ആണ്. മാത്രമല്ല ഇത് ലൈവ് ബർത്ത് ആണ് കൊടുക്കുന്നത്. ഇത് മുട്ടയിടുന്നത് ചെയ്യുന്ന കുട്ടികളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ് ഡോഗ് ഈസ് എ മാം. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന മാമിലും ഡോഗ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോടൈപ്പ്, ഡോഗ് ഈസ് ആൻ എക്സാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോൺസെപ്റ്റുകളെ പറ്റി മനസ്സിലാക്കി. ഇനി നമ്മളെ കോൺസെപ്റ്റുകളുടെ മറ്റു തിയറികൾ എന്താണ്, ഏതൊക്കെ ടൈപ്പ് കോൺസെപ്റ്റുകളുണ്ട്, ഇതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ തന്നെ പ്രൊപ്പോസിഷൻസിനെ പറ്റി നമ്മളിപ്പം പറയുകയാണെങ്കിൽ രണ്ട് കോൺസെപ്റ്റുകളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പർട്ടിക്കുലർ ഒരു ലോജിക്കൽ സെന്റൻസിനെ നമുക്ക് പ്രൊപ്പോസിഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ രണ്ട് കോൺസെപ്റ്റുകളെ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യും, അവയെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ലോജിക്കൽ സെന്റൻസ് ആണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ലോട്ടസ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. താമര കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഓക്കെ, ഇവിടെ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്, ലോട്ടസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ലോട്ടസ് ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്, നമുക്ക് ഫിസിക്കലി കാണാനും തൊടാനും ഒക്കെ സാധിക്കും. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ മാറിക്കൊണ്ടിരിക്കും, വ്യക്തിയനുസൃതമായിട്ടും കാലാനുസൃതമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. രണ്ട് കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ഇവയെ തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും. എന്റെ മനസ്സിൽ ലോട്ടസ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, എന്റെ കാഴ്ചപ്പാടിൽ ലോട്ടസ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. രണ്ട് കോൺസെപ്റ്റുകളെ തമ്മിൽ ബന്ധപ്പെടുത്താൻ ഈ പ്രൊപ്പോസിഷൻ കാരണം സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സുകളിലേക്ക് നമ്മൾ കടക്കും. അതിനുശേഷം വരുന്ന ഒരു മേജർ എലമെന്റ് ആണ് മെമ്മറി. നമ്മളിപ്പോ ഓരോ കാര്യങ്ങളെ പറ്റി ഇപ്പൊ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഇത് ഓരോന്നും ബൃഹത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ഇത് പഠിക്കേണ്ടി വരും. ഇപ്പോ അടുത്ത കാര്യമാണ് മെമ്മറി എന്നത്. എന്താണ് ഓർമ്മശക്തി? മെമ്മറി എന്ന ഒരു പക്ഷെ നമുക്കറിയാം. മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്തുമാത്രം കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യാൻ ഉണ്ട്, ഭാവിയിലേക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന കഴിവ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ബേസിക്കലി പറയാനാണെങ്കിൽ മെമ്മറിയിൽ 3 ഘടകങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് എൻകോഡിംഗ്, 2 സ്റ്റോറേജ്, 3 റിട്രീവ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർമ്മയിലേക്ക് ഇൻഫർമേഷനെ കടത്തിവിടുക. ഓക്കെ, നമ്മുടെ ഓർമ്മയിലേക്ക് ഇൻഫർമേഷനെ കടത്തിവിടും. ഇപ്പൊ ഞാനിപ്പം ഇത്രയും നേരം കോഗ്നിറ്റീവ് അപ്രോച്ചുകളെ പറ്റി പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആദ്യം പ്രൊപ്പോസിഷനെ പറ്റിയും കോൺസെപ്റ്റുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു എൻകോഡിംഗ് നടത്തും. മെമ്മറിയുടെ ആദ്യത്തെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോസസ്സാണ് സ്റ്റോറേജ്. ഇത് ഓർത്ത് വെക്കുക. ഇപ്പൊ നമ്മളൊരു ടാങ്കിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഇൻഫോർമേഷനെ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. മൂന്നാമതാണ് റിട്രീവൽ. ഇപ്പൊ ടാങ്കിൽ നിന്ന് വെള്ളം നമ്മൾ വെളിയിൽ എടുക്കാൻ വിചാരിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വീട്ടിൽ പോയിരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെയാണ് കോഗ്നിറ്റീവ് അപ്രോച്ചുകൾ, എന്താണ് സൈക്കോ അനാലിസിസ്, എന്താണ്, വേറെ ഏതൊക്കെ സ്കൂളുകളുണ്ട്, അങ്ങനെ ഓർത്ത് വെളിയിലോട്ട് വിടാൻ പറ്റുന്നതിനെയാണ് നമുക്ക്, വെളിയിലോട്ട് പറയാനോ അല്ലെങ്കിൽ എഴുതാനോ പറ്റുന്നതിനെയാണ് റിട്രീവൽ. അത്രയാണ് മെമ്മറിയെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ മെമ്മറിയെ പറ്റി നമ്മൾ പറയുന്നത് തന്നെ മെമ്മറിക്ക് പല മോഡൽസ് ഉണ്ട്. ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കരുത്. അത്യാവശ്യം ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് പല പല മോഡൽസ് ഉണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, അല്ലെങ്കിൽ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ, അങ്ങനെ പല മോഡലുകളെ പറ്റി നമ്മൾ പറയും. ഇവയിൽ നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സുകളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയുന്നു, എന്റെ ചുറ്റും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മുറിയിൽ ഫാൻ കറങ്ങുന്നുണ്ട്, വൈഫൈയുടെ സ്വിച്ച് അവിടെ ലൈറ്റിംഗ് ഹെഡിന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പല കാര്യങ്ങളും എന്റെ ചുറ്റും നടക്കുകയാണ്. വഴിയിലൂടെ കാറുകളൊക്കെ പോകുന്നു, സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അറ്റൻഷൻ എവിടെയാണ്? നമ്മുടെ ഈ ഒരു ക്ലാസ്. ഈ ക്ലാസ് ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എന്ത് കാര്യമാണ് ഞാൻ കാണുന്നത്, എന്ത് കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിലാണ് അറ്റൻഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനസികമായ കഴിവുകളെ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുക, അതാണ് അറ്റൻഷൻ. പക്ഷെ ഇതിന് മറ്റു പലതരമായിട്ടുള്ള എഫക്റ്റുകളും നമ്മളുടെ ജീവിതത്തിലുണ്ട്. പലതരത്തിലുള്ള അറ്റൻഷൻ കാര്യങ്ങളുണ്ട്. മാത്രമല്ലാതെ പല കാര്യങ്ങളും അറ്റൻഷനെ സ്വാധീനിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി പറയുന്നതാണ് അറ്റൻഷന്റെ ഭാഗം. മറ്റ് തിയറികൾ എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു, മെമ്മറിക്ക് പലതരം തിയറികളുണ്ട്. അതേപോലെ തന്നെ അറ്റൻഷനും ചില തിയറികളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ അറ്റൻഷന്റെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന തിയറികളായിരിക്കും ഫിൽറ്റർ തിയറി, അറ്റന്വേഷൻ തിയറി, ലേറ്റ് സെലക്ഷൻ തിയറി, സ്കീമ തിയറി, ഡിവൈഡഡ് അറ്റൻഷൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇത് ഓരോന്നും മനസ്സിലാക്കുമ്പോഴും നമുക്ക് അറ്റൻഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. മാത്രമല്ല നമ്മുടെ എക്സാമിന് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. ഒരു പക്ഷെ ഒരു തിയറി നമുക്ക് മനസ്സിലായെങ്കിൽ പോലും ആ തിയറിയെ ബേസ് ചെയ്തല്ല
വരുന്ന ചോദ്യമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന തിയറിയായിട്ട് ബന്ധപ്പെട്ടതല്ല ഇഷ്യൂ. അപ്പൊ നമുക്ക് ആ ഒരു തിയറിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടി. അതിനുശേഷം വരുന്ന ഒരു കാര്യമാണ് ഇന്റലിജൻസ്. ഇന്റലിജൻസിന് ഇപ്പൊ 2 ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫണ്ടമെന്റലി പറയാനാണെങ്കിൽ നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവ് തരുന്ന ഒരു കാര്യമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാനുള്ള ആ ഒരു പ്രയത്നം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി ജീവിക്കാനുള്ള കഴിവ്. ഇതെല്ലാം കൂടെ വരുന്നതാണ് ഇന്റലിജൻസ്. ഒരൊറ്റ കാര്യത്തിനെ മാത്രം നമുക്ക് ഇന്റലിജൻസ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഇന്റലിജൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്റലിജൻസിനും ഇതേപോലെ തന്നെ നമുക്ക് മറ്റു പല പല തിയറികളുണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ്, IQ. IQ പറയുന്നതിന് നമ്മൾ ഇമോഷണൽ ക്വോഷ്യൻസിനെ പറ്റി, സ്പിരിച്വൽ ക്വോഷ്യൻസിനെ പറ്റിയും ഒക്കെ അതിന്റെ കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇന്റലിജൻസ് ക്വോഷ്യൻസ് ആണ് പ്രൈമറി ആയിട്ട് വരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ പേരാണ് വില്യം സ്റ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റലിജൻസ് എങ്ങനെ കണക്കൂട്ടാൻ സാധിക്കും, ഇതൊക്കെ നമുക്ക് ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റ് തിയറീസ് ഓഫ് ഇന്റലിജൻസ്. ഫോർ എക്സാമ്പിൾ സ്പിയർമാന്റെ G ഫാക്ടർ തിയറി, തേഴ്സ്റ്റന്റെ പ്രൈമറി എബിലിറ്റി തിയറി. ഇങ്ങനെ ഒരുപാട് തിയറികൾ കാലാനന്തരത്തിൽ പല പല സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് അത് പഠിക്കാൻ സാധിക്കുക. അങ്ങനെ ഓരോ തിയറികളും നമുക്ക് പഠിക്കാനായിട്ട് സാധ്യമാണ്. മാത്രമല്ല ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഏരിയകൾ. അതേപോലെ തന്നെയാണ് ഇമോഷൻസ്. എന്താണ് ഇമോഷൻസ്, എന്താണ് വികാരങ്ങൾ, എന്തൊക്കെ ഭാഗങ്ങളാണ് വികാരത്തിലുള്ളത്. ഒരു ഫിസിയോളജിക്കലായിട്ടൊരു ഭാഗമുണ്ട്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ഭാഗമുണ്ട്. മാത്രമല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന ചില ഫീലിങ്സ് ഉണ്ട്. മാത്രമല്ലാതെ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ. പിന്നെ എനിക്കൊരു ഇമോഷണൽ ആയിട്ട് സംഭവം ഉണ്ടാവണം, ഞാൻ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്റെ ഇമോഷനെ വളരെയധികം ബാധിക്കും. മാത്രമല്ലാതെ നമ്മളുടെ ഒരു ബിഹേവിയറൽ എക്സ്പ്രഷൻ. ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ ചോദിക്കുന്ന പോലെ ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഭയം ഉണ്ടാവും. ഭയം ഉണ്ടാകുമ്പോഴത്തേനും എന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഓടുക എന്നുള്ളതാണ് എന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. മാത്രമല്ലാതെ പ്രൈമറി ആയിട്ട് ഏതൊക്കെ ഇമോഷൻസ് ആണ്? പ്രൈമറി ആയിട്ട് നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്ന കുറെ 6 ഇമോഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫിയർ, സാഡ്നെസ്, ആങ്കർ, ഹാപ്പിനെസ്, ഡിസ്ഗസ്റ്റ്, സർപ്രൈസ്. ഇങ്ങനെ ചില ഇമോഷൻസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇമോഷൻസിന്റെ തിയറീസും ഉണ്ട്. ഇപ്പൊ നമ്മൾ 3 തിയറീസ് ഒരു എക്സാമ്പിൾ എടുക്കാൻ കൊടുത്തിരിക്കുകയാണ്. ജെയിംസ് ലാഞ്ചിന്റെ ഒരു തിയറി ഉണ്ട്, കാനൻ ബാർഡ് എന്ന് പറയുന്ന തിയറി ഉണ്ട്. അപ്പം ജെയിംസും ലാഞ്ചും എന്ന് പറയുന്ന 2 വ്യക്തികൾ, അവരുടെ സെക്കൻഡ് നെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞ ഒരു തിയറിയാണ് ജെയിംസ് ലാഞ്ച് വ്യൂ ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാനൻ ആൻഡ് ബാർഡ് സെക്കൻഡ് നെയിംസ് ആണ് 2 വ്യക്തികളുടെ. അവർ രണ്ടുപേരും പറഞ്ഞ തിയറിയാണ് കാനൻ ബാർഡ് തിയറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എറോസൽ ഇന്റർപ്രിട്ടേഷൻ തിയറി എന്ന് പറയുന്ന തിയറികളുണ്ട്. അപ്പൊ ഈ തിയറികളിൽ നല്ല നമുക്ക് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾക്ക് തുടങ്ങുമ്പോഴത്തേനും പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ പറയുമ്പോഴത്തേനും മറ്റ് ഏരിയസ് ഏതൊക്കെയാണ്? ഇത്രയും നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ അത് എത്ര നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നോ ബാക്കി ഏരിയകൾ നമുക്ക് വളരെ ഏരിയ പോയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിപ്പോൾ സമയത്തിന് ഒരു കുറച്ച് ദൗർലഭ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് ബാക്കി ഏരിയസിനെ കുറച്ച് ചുരുക്കി പറയാം. ഇപ്പോൾ എന്താണ് ഫോബിയ? നമ്മളെ സിലബസ് നമ്മൾ പറഞ്ഞു ഫോബിയെ പറ്റി നമ്മൾ പറയുന്നു. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയമാണ്, ആവശ്യമില്ലാത്ത യുക്തിസഹമല്ലാത്തൊരു ഭയം. അതാണ് ഫോബിയ എന്ന് പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫോബിയ ഉണ്ട്? സോഷ്യൽ ഫോബിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഫോബിയകളും പല വ്യക്തികൾക്കും ഉണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഇതൊക്കെ ഒരു ഫോബിയയുടെ ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതല്ല എന്താണ് സ്ട്രെസ്? എന്താ സ്ട്രെസ് എന്ന് എല്ലാവരും എല്ലാ ദിവസവും പറയാറുണ്ട്. പക്ഷെ എന്താണ് സ്ട്രെസ്? എന്തൊക്കെ തരം സ്ട്രെസ്സുകളുണ്ട്? എന്തൊക്കെ കോപ്പിംഗ് മെക്കാനിസംസ് ആണ് ഈ സ്ട്രെസ്? കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയിലോട്ട് വരുമ്പോൾ നമ്മള് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പം പ്രജുഡിസ്, സ്റ്റീരിയോടൈപ്പ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യം. പ്രജുഡിസ് നമ്മൾ പറഞ്ഞിരുന്നു, മുൻവിധി എന്നുള്ളതാണ് പ്രജുഡിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റീരിയോടൈപ്പ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മുഴുവൻ നമ്മൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യമാണ് ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ. നേരത്തെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ. അത് ഡെവലപ്മെന്റൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടിക്കാലത്തുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും, ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്
പലതരം തിയറിസ്റ്റുകൾ എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, സൈക്കോ സോഷ്യൽ തിയറി എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള, സൈക്കോ സെക്ഷൽ തിയറി എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതെല്ലാം ഡെവലപ്മെന്റൽ ആസ്പെക്ടുകളുണ്ട്. മാത്രമല്ലാതെ മറ്റൊരു കാര്യമാണ്, മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രൈമറി സൈക്കോളജി ഇൻഫർമേഷൻ എന്ന രീതിയിൽ മാത്രം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു പക്ഷേ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോഴത്തേനും വളരെയധികം വന്നു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് മോറൽ ഡെവലപ്മെന്റ്. മോറൽ ഡെവലപ്മെന്റ്, തെറ്റും ശരിയും, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പാടില്ല, ഇത് മൊറാലിറ്റി, ദ ഐഡിയ ഓഫ് റൈറ്റ് ആൻഡ് റോങ്, എത്തിക്സ്, ഇതൊക്കെ വരുന്ന ഈ മോറൽ ഡെവലപ്മെന്റ് ഭാഗം. അവിടെ നമുക്ക് രണ്ട് തിയറികളായിരിക്കും പറയാനുള്ളത്. ഒന്ന് പിയാഷയുടെ തിയറിയും, രണ്ട് കോൾബർഗിന്റെ. കോൾബർഗിന്റെ തിയറി കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് പേരെടുത്ത് തന്നെ ചോദിച്ചു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയാണ്. ഒരു പക്ഷേ മോറൽ ഡെവലപ്മെന്റ് നമ്മൾ അവസാനം പഠിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. മറ്റ് ഏരിയകൾ പഠിച്ചിട്ടായിരിക്കും നമ്മൾ മോറൽ ഡെവലപ്മെന്റിലേക്ക് വരിക. പക്ഷെ ആ ഒരു ഏരിയ നമ്മൾ ഒരു കാരണവശാലും വിട്ടുകളയാനായിട്ട് പാടില്ല. സോ അപ്പൊ ഇത്രയുമാണ് സൈക്കോളജിയുടെ നമ്മുടെ മെയിൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നമ്മളിപ്പോൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് മൊത്തം ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്. നമ്മൾ കൂടുതൽ ഓരോ ക്ലാസ്സുകളും ഓരോ ടോപ്പിക്കിനെ എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് പോവുക. അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിനെ കറക്റ്റായി തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. അങ്ങനെ ചെയ്താണ് നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ സൈക്കോളജി പഠിച്ച വ്യക്തികളായാലും നമ്മുടെ ക്ലാസ്സിൽ കാണണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം എടുത്ത് തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് 1-2 ചോദ്യങ്ങൾ, കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾ, 2023 എക്സാം വന്ന ചോദ്യമാണ്. നമ്മളിപ്പം പറഞ്ഞ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്ത് പറ്റുവാണെങ്കിൽ ഈ ചോദ്യം വരുമ്പോഴത്തേനും ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്വയം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ആദ്യം 3 സ്കൂളുകളെ പറ്റി പറഞ്ഞിരുന്നു. ഏത് സ്കൂളാണ് സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസിനെ പറ്റി പഠിക്കുന്നത്, ഏത് സ്കൂളാണ് ഫംഗ്ഷൻ ഓഫ് കോൺഷ്യസ്നെസിനെ പറ്റി പഠിക്കുന്നത്, ഏതാണ് ഒബ്സർവബിൾ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നത്, ഇത് യഥാക്രമം വരും എന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേനും ഏത് സ്കൂളായിരിക്കും സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസിനെ പറ്റി പഠിക്കുക? പേര് തന്നെയുണ്ട്, സ്ട്രക്ചറലിസം. വില്യം വൂണ്ട്, ഫാദർ ഓഫ് സൈക്കോളജി, അദ്ദേഹത്തിന്റെ സ്കൂളാണ് സ്ട്രക്ചറലിസം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കിട്ടി സ്ട്രക്ചറലിസം എന്നുള്ളതാണ് പേര്. അപ്പം ആദ്യത്തെ സ്കൂൾ സ്ട്രക്ചറലിസം. അങ്ങനെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി ഫംഗ്ഷനലിസം ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറലിസം ആയിരുന്നു. അപ്പൊ ആ 3 ഓപ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നതാണ് ഏത് സ്കൂളാണ് ഫംഗ്ഷൻ ഓഫ് കോൺഷ്യസ്നെസിനെ പറ്റി പഠിക്കുന്നത്. അതും പേര് തന്നെയുണ്ട്, ഫംഗ്ഷൻസ്. അപ്പം തന്നെ നമുക്ക് ബാക്കി 2 കാര്യങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എ ആൻഡ് ബി നമുക്ക് വീണ്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, സ്ട്രക്ചറലിസം, ഫംഗ്ഷനലിസം ആൻഡ് ബിഹേവിയറിസം. ഇപ്പൊ ബിഹേവിയർസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്സർവബിൾ ബിഹേവിയറിനെ പറ്റി പറഞ്ഞു. നമ്മൾ ബിഹേവിയർസിനെ അധികം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് അവിടെ മറ്റ് 2 ഇൻഫർമേഷൻ ബേസ് ചെയ്യുന്ന പറയാൻ പറ്റും. സ്ട്രക്ചറലിസം ആൻഡ് ഫംഗ്ഷനലിസം ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരം എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെയാണ് നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഇത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ ഏരിയ. Those who study PSI and other paranormal events or events outside our normal experience or knowledge. അത് ഏത് ഫീൽഡാണ്, ആരാണ് ഇതിനെ പറ്റി പഠിക്കുന്നത്? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ആകുന്നിട്ടുണ്ട്. എൻവയോൺമെന്റൽ സൈക്കോളജിസ്റ്റ്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ്. രണ്ടാമത് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ്, നമ്മുടെ ചിന്താരീതികളുമായിട്ടായിരിക്കും കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് കൂടുതൽ വർക്ക് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് പാരാസൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ പാരാനോർമൽ വാക്കുണ്ട്, ഇവിടെ പാരാസൈക്കോളജിസ്റ്റ് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ മിക്കവാറും നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓപ്ഷൻ സി എന്ന് പറയുന്നത് പാരാസൈക്കോളജിസ്റ്റ് ആണ്. അതിനെ അധികം നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ നമ്മുടെ ലോജിക്ക് ബേസ് ചെയ്ത് നമുക്കൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കും. നാലാമത്തെ ന്യൂറോ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പൊ ന്യൂറോ എന്നുള്ള വാക്ക് എന്തായിരിക്കും? നാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ബ്രെയിനും നാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂറോ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വരുന്ന ആളുകളാണ് ന്യൂറോ സൈക്കോളജിസ്റ്റ്. അപ്പൊ എന്തായാലും ആദ്യത്തെ 2 ഓപ്ഷനോ അവസാനത്തെ ഓപ്ഷനോ ആവാൻ സാധ്യത. പാരാസൈക്കോളജിസ്റ്റ് ആണ് ശരിയായ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചോദ്യം നോക്കുകയാണ്. നമ്മളിപ്പം കോൺസെപ്റ്റുകളെ പറ്റി പഠിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലറായ ഒരു കാര്യത്തിനെ പറ്റിയുള്ള
ഒരു സമ്മരം ആണ് ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കോൺസെപ്റ്റ്? 2 കൈ, 2 കാല്, 2 കണ്ണ്, ഒരു വാ, ഒരു മൂക്ക്, നിവർന്നു നിൽക്കും, അതെല്ലാം സംസാരിക്കാൻ കഴിവുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കോൺസെപ്റ്റുകൾ ഒരു മനുഷ്യനെ പറ്റി പറയും. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും കോൺസെപ്റ്റുകൾ നമ്മൾ അത്യാവശ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരേപോലെ കോൺസെപ്റ്റുകൾ വരും. അല്ല, ഒരു പട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 വാലുണ്ട്, വാലാട്ടും, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയുള്ള ഒരു പേര്. ഇതൊക്കെ കോൺസെപ്റ്റുകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം നോക്കാം. മെന്റൽ കാറ്റഗറീസ് ഫോർ ഒബ്ജക്ട്, ഇവന്റ് ഓർ എക്സ്പീരിയൻസ് ദാറ്റ് ആർ സിമിലർ ടു വൺ അനദർ ഇൻ വൺ ഓർ മോർ റെസ്പെക്ട്സ് ആർ. എന്തായിരിക്കും? ഓപ്ഷൻ എന്ന് പറയുന്ന റീസണിങ്. റീസണിങ് എന്തുകൊണ്ടാവുന്നത്? റീസണിങ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ ആസ്പെക്ട് ആണ്. ലോജിക്കലായിട്ട് നമ്മൾ എങ്ങനെ റീസൺ ചെയ്യുന്നു ആ റീസണിങ്ങായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്ന ഹൈൻസൈറ്റ്. ഹൈൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം നടന്നു കഴിഞ്ഞ് അതിനെപ്പറ്റി പിന്തിരിഞ്ഞ് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്, അതാണ് ഹൈൻസൈറ്റിലെ കാര്യങ്ങൾ വരുന്നത്. 4മത്തെയാണ് വിഷ്വൽ ഇമേജസ്. നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ഇമേജസ്. അപ്പൊ ഈ 4 ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും കോൺസെപ്റ്റിലോട്ടാണ് നമ്മൾ കൂടുതൽ. മെന്റൽ കാറ്റഗറീസ്, നമ്മുടെ ചോദ്യം തുടങ്ങുന്നതാണ് മെന്റൽ കാറ്റഗറീസ്. അത് ആദ്യമേ വരുന്ന കോൺസെപ്റ്റ്. നമ്മളപ്പോ ഈ ഒരു 3 ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെ ഒരുപക്ഷെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ തീരെ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും കിട്ടാനും പോകും. അതുപോലത്തെ സബ്ജക്റ്റാണ് സൈക്കോളജി. എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സഹായമായിട്ടുള്ള ചില ടോപ്പിക്കുകൾ നമുക്ക് ഇതിൽ വരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്ലാസ്സുകളും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. MNPSയുടെ കൂടെ തന്നെ. അപ്പോൾ അറ്റൻഡ് ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഡൗട്ടുകൾ കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ അപ്രോച്ചസ് ടു സൈക്കോളജിയും കോഗ്നിറ്റീവ് കാര്യങ്ങളും മാത്രമല്ല അതൊരു ഡെവലപ്മെന്റൽ കാര്യങ്ങളും ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം. അപ്പൊ എത്ര നന്നായിട്ട് അത് മനസ്സിലാവുന്നു അത്ര നന്നായിട്ടൊക്കെ സമന്വയിക്കാൻ സാധിക്കും. നമുക്കിപ്പോ സമയത്തിന് ചെറിയൊരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിലാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിപ്പം നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് കുറച്ച് സ്പീഡിൽ ഓടിച്ചു കിട്ടും. എന്താണ് സൈക്കോളജി, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ള, എന്തൊക്കെയാണ് പഠിക്കാൻ. നമ്മൾ ഓരോ ടോപ്പിക് വീതം പഠിക്കും തോറും കൂടുതലുള്ള പോയിക്കൊണ്ടേ. നമ്മൾ നേരത്തെ കോൾബർഗിന്റെ കാര്യം പറഞ്ഞിരുന്നു, മൊറാലിറ്റിയുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. കോൾബർഗിന്റെ പേര് എടുത്തു ചോദിച്ചു. നമ്മൾ ആ ടോപ്പിക്ക് നമ്മൾ ചിലപ്പോൾ മറ്റു ടോപ്പിക്കുകൾക്ക് ശേഷം അവസാനമൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ആ ഒരു ചോദ്യവും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം മാക്സിമം ഈ ക്ലാസ്സുകൾ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ചോദ്യങ്ങൾ വരുമ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. അങ്ങനെ ചെയ്യും തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് സൈക്കോളജിയെ പറ്റി പറയാനുള്ളത്. അപ്പം ഇത് ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്. അതെല്ലാം നമുക്ക് വളരെ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു എവരിവൺ. അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് എഴുതി വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. സോ താങ്ക് യു.